ചാവക്കട പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ വാസു? വാസു, അതെ ഞാൻ പറഞ്ഞത്. വാസുവിന് പകരം ഇനിയും ശ്രീകണ്ഠൻ നായരെ കൊണ്ടുവരുമെന്നുള്ളതാണ് സംശയം. അപ്പൊ ആ സ്ഥലത്ത് നിന്നുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ 25-ാം വയസ്സിൽ MLA ആയിട്ടുള്ള പത്മകുമാർ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോൾ നിലത്ത് കിടപ്പുണ്ട്, കടന്നിടത്ത് കിടപ്പുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ആരോപണം വരെ CPM-നെ തകർക്കാനുള്ളതാണ്. ആ CPM-കാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ അനന്തഗോപൻ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടിരുന്നാൽ ഒരൊറ്റ ആരോപണം എന്ന് BJP-ക്കാരോ RSS-കാരോ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? കാരണം സത്യസന്ധന്മാർക്കെതിരെ ആരോപണം ഉണ്ടാവുകയില്ല. മനസ്സിലായി? സത്യസന്ധമായിട്ട് ഭരിക്കുന്നവർക്ക് നേരെ ഒരാരോപണം ഒരിക്കലും ഉണ്ടാവുകയില്ലെന്നേ. അച്യുതമേനോനെതിരെ, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ അദ്ദേഹം, ഒരാരോപണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി, ഖുർഹാൻ മോഷ്ടിച്ചുകൊണ്ട് പോയി, ശബരിമലയിലെ പണം കൊള്ളയടിച്ചൊന്നും ഇന്ന് വരെ വന്നിട്ടുണ്ടോ? ഇനി വരാനും പോകുന്നില്ല. കാരണം 100% സത്യസന്ധനായിട്ടുള്ള സ്വന്തം മകൻ രാമൻകുട്ടിക്ക് റഷ്യയിൽ അഡ്മിഷൻ വേണമെന്ന് മകൻ പറഞ്ഞപ്പോൾ പോലും ഇല്ല, എൻ്റെ സ്വാധീനം ഞാൻ ഉപയോഗിക്കത്തില്ല, നീ സ്വന്തം നിലയിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരാളെ ശ്രീരാമചന്ദ്രനെ പോലെ ശുദ്ധനാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ പിണറായി വിജയൻ മകൾ പഠിച്ചത് അമൃതാനന്ദമായി മറ്റേ ദൈവമാ, അപ്പൊ ഇവർക്ക് പറ്റത്തില്ല അമൃതാനന്ദമായി. പക്ഷെ അവരുടെ കോളേജിലാണ് മോള് പഠിച്ചത്, മോങ്ങ് ലണ്ടനിൽ. അതാണ് ബിനോയ് വിശ്വത്തിന്റെ മക്കൾ പഠിച്ചത് ലണ്ടനിൽ. ശിവൻകുട്ടിയുടെ മതി തന്നെ. അതെ അതെ, കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ വാങ്ങിച്ചത് തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതെല്ലാം നിഷേധിക്കാൻ പറ്റുന്നത്. അവർക്ക് കേരള വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പിന്നെ എല്ലാത്തിനെയും പിന്നെ കേന്ദ്രത്തിനെ ഇങ്ങനെ അടിക്കടി കുറ്റപ്പെടുത്താം. കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ വാങ്ങിച്ചത് സ്വന്തം സ്വാധീനം.